നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും KSRTCയും ചേർന്ന് അൽ-അസർ കെയർ ഓൺ വീൽസ് പിങ്ക് ബസ് എന്ന പേരിൽ ബസ് സർവീസ് നടത്തി. ബസിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. NDA ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. NDA സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ 18ാം KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് R സാമ്പൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് വീഥിയുടെ 16ാമത് വാർഷികാഘോഷം നടന്നു. രാജാക്കാട് ടൗണിൽ കവിയരങ്ങോടെയാണ് തുടക്കം കുറിച്ചത്. കവിയരങ്ങ് ജോസ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജനകീയ കവി മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. ഏത് സമയത്തും സംസ്ഥാനത്ത് എവിടെയും വനിതകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടക്കമായി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും KSRTCയും ചേർന്ന് അൽ-അസർ കെയർ ഓൺ വീൽസ് പിങ്ക് ബസ് എന്ന പേരിൽ ബസ് സർവീസ് നടത്തി. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തിയ പ്രത്യേക പിങ്ക് ബസ്സിൽ വനിതാ യാത്രക്കാരെ മാത്രമാണ് പ്രവേശിപ്പിച്ചത്. ബസ്സിൽ കയറിയ യാത്രക്കാർക്ക് സൗജന്യ ആരോഗ്യ പരിശോധന നടത്തുകയും അൽ-അസർ മെഡിക്കൽ കോളേജിന്റെ പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബസിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി അൽ-അസർ കെയർ ഓൺ വീൽസ് പിങ്ക് ബസ് എന്ന പേരിൽ അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബസ് സർവീസ് നടത്തി. സൗജന്യ യാത്രയ്ക്കൊപ്പം സൗജന്യ ആരോഗ്യ പരിശോധന നടത്തുകയും അൽ-അസർ മെഡിക്കൽ കോളേജിന്റെ പ്രിവിലേജ് കാർഡുകൾ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് അൽ-അസർ കെയർ ഓൺ വീൽസ് പിങ്ക് ബസ്. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തിയ പ്രത്യേക പിങ്ക് ബസ്സിൽ വനിതാ യാത്രക്കാരെ മാത്രമാണ് പ്രവേശിപ്പിച്ചത്. നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടെ എന്ന അൽ-അസറിന്റെ ആശയം കൂടുതൽ പ്രാബല്യത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് സർവീസ് നടത്തിയത്. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. അൽ-അസർ ഗ്രൂപ്പിന്റെ ഒരു പ്രവണത എന്ന് നാളിതുവരെ കണ്ടുവരിക്കുന്നത് സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിലെല്ലാം ഇടപെടാനും കഴിയുന്ന സഹായങ്ങളും അവരെ കൊണ്ട് ചെയ്യുവാനായിട്ടും എപ്പോഴും നമ്മുടെ അൽ-അസർ ഗ്രൂപ്പ് മുന്നിട്ടിറങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ തോതിൽ ചികിത്സാ ചെലവുകൾ നടത്തുകയും പേഷ്യന്റിന് ബില്ലടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തില് ബില്ലിളവുകൾ ചെയ്തു കൊടുക്കുകയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയും അവിടുത്തെ MD ഉൾപ്പെടുന്ന അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നഴ്സുമാരുടെ എല്ലാ സേവനങ്ങളും എപ്പോഴും ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടുവരുന്നത്. രോഗികൾക്ക് എപ്പോഴും സ്വന്തം കുടുംബത്തില് കിട്ടുന്ന ഒരു സാന്ത്വനവും പരിഗണനയും എപ്പോഴും നമ്മുടെ അൽ-അസർ ഗ്രൂപ്പ് ചെയ്യുവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ KSRTCയും അൽ-അസർ ഗ്രൂപ്പും കൂടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ബസിന്റെ തന്നെ ഇന്ന് ഒരു ഉദാഹരണമാണ്. അതുപോലെ ഇന്ന് നമ്മുടെ ബസ്സില് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെസ്റ്റും എല്ലാം നടത്തി വരുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അൽ-അസർ ഗ്രൂപ്പിലും അതുമായി തന്നെ നമ്മുടെ ഇന്ന് ഈ ഒരു അൽ-അസർ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബസ് വിട്ടുകൊടുത്ത KSRTCക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തും. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ വനിതാ ഹെൽപ്പ് ലൈൻ ASI പ്രമീല PD, അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡയറക്ടർ നീതു സഫർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. NDA ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസ് പടിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും സമരവും NDA സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. BDJS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ അധ്യക്ഷത വഹിച്ചു.
കഴിഞ്ഞ 25 വർഷങ്ങളായി ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്ന റോഷി അഗസ്റ്റിൻ മന്ത്രിയായിട്ടും നാടിനുവേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതെ ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പട്ടയ വിഷയത്തിലും ഭൂമി വിഷയങ്ങളിലും ഇടുക്കിയിലെ ജനജീവിതത്തിന് എതിരായുള്ള സർക്കാർ നടപടികളിൽ റോഷി അഗസ്റ്റിൻ പിന്തുണ നൽകി മലയോര ജനതയെ വഞ്ചിച്ചുവെന്നും ആരോപിച്ചാണ് NDA ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിന്റെ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുതോണിൽ ചേർന്ന പ്രതിഷേധ പരിപാടികൾ NDA സംസ്ഥാന വക്താവ് റെജി ലൂക്കോ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്ത് ഡെവലപ്മെന്റ്സ് ആണ് ഈ ഇടുക്കിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? രണ്ടാമത് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു നിർമ്മാണ നിരോധനം. ഈ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് പല ഡിബേറ്റിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് തന്നെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഒരു ആട്ടും കൂട് പോലും പണിയാൻ പറ്റത്തില്ല, ഒരു വ്യവസായ സംരംഭത്തിനുള്ള നിർമ്മിതിക്ക് പറ്റത്തില്ല, ഒരു വീട് പണിയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ നിർമ്മാണ നിരോധനമുള്ള 2 സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? 2 സ്ഥലങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരു സ്ഥലത്ത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് പണിയാം. ആ സ്ഥലത്തിന്റെ പേര് ലഡാക്ക് എന്നാ. കാശ്മീരിലെ ലഡാക്ക്. കാശ്മീരിലെ ലഡാക്കാണോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാശ്മീരിലെ ലഡാക്കിനേക്കാളും ക്രൂരമായ ഒരു നിയമമല്ലേ ഇടതുപക്ഷം ഇടുക്കിക്കാർക്ക് വേണ്ടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ മന്ത്രി ഈ നിയമം ഒന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ മന്ത്രിക്ക് നാവൊന്നും പൊങ്ങുന്നില്ല? അപ്പൊ അദ്ദേഹത്തിനൊരു എന്താ പറയാ, ഒരു ആത്മവിശ്വാസമുണ്ട്, ഇടുക്കിക്കാർക്ക് ഇത് മതി. BDJS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ അധ്യക്ഷത വഹിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, മറ്റു നേതാക്കളായ രതീഷ് വരകുമല, കുമാർ, ശ്രീനഗരി രാജൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, P രാജൻ, മനേഷ് കുടിക്കയത്ത്, PA വേലുക്കുട്ടൻ, രത്നമ്മ ഗോപിനാഥ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി പ്രസ് ക്ലബിന്റെ 18ാമത് KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് R സാമ്പൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പുനരധിവാസം സംബന്ധിച്ച് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച തീമഴയത്തെ താരാട്ട് എന്ന പരമ്പരയ്ക്കാണ് അവാർഡ്. മാർച്ച് 11-ന് പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ യോഗത്തിൽ വെച്ച് പുരസ്കാരം കൈമാറും. യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് SD സതീശൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഇടുക്കി പ്രസ് ക്ലബിന്റെ 18ാമത് KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് R സാമ്പൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പുനരധിവാസം സംബന്ധിച്ച് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച തീമഴയത്തെ താരാട്ട് എന്ന പരമ്പരയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. മലയാള ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് സ്റ്റോറിക്കായിരുന്നു ഇത്തവണ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നത്. മാർച്ച് 15-ന് രാവിലെ 11 മണിക്ക് ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ വെച്ച് അവാർഡ് കൈമാറും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്യും. ഇടുക്കി പ്രസ് ക്ലബിന്റെ സ്ഥാപക നേതാക്കളിലൊരാളും മുൻ പ്രസിഡന്റുമായ ശ്രീ KP ഗോപിനാഥിന്റെ 18ാമത് അനുസ്മരണം ഈ വരുന്ന 11-ാം തീയതി രാവിലെ 11 മണിക്ക് ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടക്കുകയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല സ്റ്റീഫൻ അവാർഡ് ദാനവും യോഗത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. എല്ലാ വർഷത്തെ പോലെ ശ്രീ KP ഗോപിനാഥിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഇത്തവണയും ഭംഗിയായി അതിൻ്റെ അവാർഡ് ക്ഷണികളും എൻട്രികളും മറ്റ് കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 13 എൻട്രികളാണ് നമുക്ക് ഇത്തവണ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് നമ്മൾ വെച്ചിരുന്നത്. 13 എൻട്രികളാണ് നമുക്ക് ലഭിച്ചത്. അതിൽ നിന്ന് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി പ്രസ് ക്ലബിന്റെ ഭാഗമായി നിൽക്കുന്ന ജനയുഗത്തിന്റെ ബ്യൂറോ ചീഫ് ശ്രീ R സാമ്പനാണ് ഇത്തവണ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 63ാമത്തെ അവാർഡാണ്. കേരളത്തിലെ അദ്ദേഹത്തിന് ലഭിക്കാത്ത രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചിരുന്നില്ല. അതിനാണ് അദ്ദേഹം ഇത്തവണ വിരാമമിട്ടിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും നല്ല നിലയിൽ ഏറ്റവും കൂടുതൽ 3 ജഡ്ജസ്മാരും ഒരേപോലെ മാർക്ക് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം ഇത്തവണ അവാർഡ് വിന്നറായി വരികയും ചെയ്യുകയാണ്. ശ്രീ R സാമ്പനാണ് ഇത്തവണ നമ്മുടെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് SD സതീശൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തും. മുതിർന്ന മാധ്യമപ്രവർത്തകരായ TC മാത്യു, രാജു മാത്യു, VR രാജ്മോഹൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ.
ആർ സാമ്പൻ ദേശാഭിമാനിയിൽ നിന്ന് ന്യൂസ് എഡിറ്ററായി വിരമിച്ച ശേഷം 1.5 വർഷമായി ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫായി പ്രവർത്തിച്ചു വരികയാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ദേശീയ മാധ്യമ പുരസ്കാരത്തിന് 2 തവണ അർഹനായിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സരോജിനി നായിഡു പുരസ്കാരം, രാംനാഥ് ഗോയങ്ക അവാർഡ്, സ്റ്റേറ്റ്സ്മാൻ അവാർഡ് ഫോർ റൂറൽ റിപ്പോർട്ടിംഗ്, സ്റ്റേറ്റ്സ്മാൻ ഗ്രൂപ്പിന്റെ പരിസ്ഥിതി അവാർഡായ കുഷ്ട്രോ ഇറാനി പുരസ്കാരം, KC കുലീഷ് രാജ്യാന്തര അവാർഡ് 2 വട്ടം, പരിസ്ഥിതി പത്രപ്രവർത്തനത്തിന് ജർമ്മൻ എംബസി അവാർഡ്, ലാഡ്ലി അവാർഡ്, സ്കാർഫ് PII അവാർഡ്, ഡൽഹിയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിൽ അനിൽ അഗർവാൾ ഫെലോഷിപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഇന്ത്യൻ ലാംഗ്വേജ് റിപ്പോർട്ടർ ഓഫ് ദി ഇയർ പുരസ്കാരം, വികസനോന്മുഖ പ്രവർത്തനത്തിനുള്ള സംസ്ഥാന മാധ്യമ അവാർഡ്, സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ കർഷക ഭാരതി പുരസ്കാരം, ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഗ്രീൻ ജേർണലിസ്റ്റ് അവാർഡ്, ഡോക്ടർ BR അംബേദ്കർ അവാർഡ് തുടങ്ങി 62 മാധ്യമ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഭാര്യ സേതുമോൾ, മക്കൾ സാന്ദ്ര, വൃന്ദ, മരുമകൻ S അനൂപ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളി, ട്രഷറർ ആൽവിൻ തോമസ്, വൈസ് പ്രസിഡന്റ് PK ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദീനദയാ സേവാ ട്രസ്റ്റും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ചും സംയുക്തമായി വനിതാ ദിനത്തിൽ ദന്ത പരിശോധനാ ക്യാമ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ദീനദയാ സേവാ ട്രസ്റ്റ് ചെയർമാൻ TN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദന്ത സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ AV പയസ് ക്ലാസ് നയിച്ചു. ദീനദയ സേവാ ട്രസ്റ്റും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ചും സംയുക്തമായി വനിതാ ദിനത്തിൽ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭ 34-ാം വാർഡിലെ കോളനി കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശോധന ഒക്കെ നടത്തുന്ന ഒരു 40 വർഷത്തിന് മീതിയായിട്ട് തൊടുപുഴയിലെ ഏറ്റവും നല്ല ഒരു ക്ലിനിക്ക് കൊണ്ട് നടക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ പൈസ് ഡോക്ടർ. അപ്പം ഈ പൈസ് ഡോക്ടർ തന്നെ നമുക്ക് ദന്ത പരിശോധനയ്ക്ക് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ വാർഡ് കൗൺസിലുണ്ട്. അപ്പോൾ വാർഡ് കൗൺസിലർക്ക് വാർഡിന്റെ പ്രദേശത്തെ വികസനത്തെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ഓരോ കാര്യത്തിലും വേറെ എന്താ എന്തായാലും അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് പരിചയമുണ്ടെങ്കിലും നല്ലൊരു വ്യക്തിത്വത്തിനുള്ള കുടുംബയാണ്. അപ്പൊ ഇന്ന് എന്നെ ഇവിടെ ക്ഷണിച്ച അതുകൊണ്ട് ഞാനൊരു നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങൾക്കൊരു വനിതാദിന ആശംസകൾ അറിയിക്കാനും എനിക്ക് ഒട്ടനവധി വേറെ ഈ വനിതാദിനം ആയതുകൊണ്ട് പോകേണ്ടതായതുകൊണ്ട് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വനിതാദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ദീനദയ സേവാ ട്രസ്റ്റ് ചെയർമാൻ TN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദന്ത സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ AV പയസ് ക്ലാസ് നയിച്ചു. ദീനദയ സേവാ ട്രസ്റ്റ് CET ജഗദീഷ് ചന്ദ്ര, കൗൺസിലർമാരായ R അജി, ഉമാ രാജേഷ്, ഡോക്ടർ GO പയസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ദന്ത പരിശോധന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജാക്കാട് വീഥിയുടെ 16ാമത് വാർഷികാഘോഷം നടന്നു. രാജാക്കാട് ടൗണിൽ കവിയരങ്ങോടെയാണ് തുടക്കമായത്. കവിയരങ്ങ് ജോസ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കവി മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. നിരവധി വ്യക്തികളാണ് പങ്കെടുത്തത്. രാജാക്കാട് വീഥി കലാ സാംസ്കാരിക വേദിയുടെ 16ാമത് വാർഷികാഘോഷം നടത്തി. രാജാക്കാട് ടൗണിൽ കവിയരങ്ങോടെയാണ് തുടക്കം കുറിച്ചത്. കവിയരങ്ങ് ജോസ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. TC സിജു അധ്യക്ഷത വഹിച്ചു. ജെയ്നി സിജു മോഡറേറ്ററായി. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കവി മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. ഇന്ത്യ കേരളത്തിനകത്തൊക്കെ UAE എന്ന് പറയുമ്പോഴും ദുബായ് എന്ന് നമ്മൾ പറയും. UAE അകത്തുള്ള ഒരു നാടാണ് ദുബായ് എങ്കിൽ പോലും നമ്മൾ UAE പറയുന്നതിന് കൊടുക്കുന്ന അതേ ഐഡന്റിറ്റി അതിനകത്തുള്ള ദുബായ്ക്ക് നമ്മൾ പ്രത്യേകം കൊടുക്കും. അത് പല കാരണം അതുപോലെയാണ് വിദേശ രാജ്യങ്ങൾക്ക് ഞാൻ മീറ്റിംഗൊക്കെ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അവർ ഇന്ത്യ എന്ന് പറയുന്നതിനോടൊപ്പം കേരളം എന്നും കൂടെ പറയും. കേരളത്തെ ഇന്ത്യയിൽ സവിശേഷമായി അടയാളപ്പെടുത്തുവാൻ നമുക്ക് മുന്നേ കടന്നുപോയവർ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രാധാന്യം ലോകത്ത് നിലനിൽക്കുന്നത്. അത് ഇനിയും നിലനിർത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കേരളം സവിശേഷമായി മാറി നിൽക്കുന്നതെന്ന് കേട്ടാൽ നമ്മൾ ഒരുപാട് ആളുകളോട് അതിന് കടപ്പെട്ടിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് മഹാത്മാ അയ്യങ്കാളിയോടാണ്.
ചാവറ അച്ഛനോടാണ്. മഹാത്മാ അയ്യങ്കാളിയും ചാവറ അച്ഛനും എന്താ ചെയ്തത് നമുക്കറിയാം. മഹാത്മാ അയ്യങ്കാളിയാണ് സാധാരണ മനുഷ്യർക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് ആദ്യമായി കേരളത്തിൽ ശക്തമായ സമരം ആരംഭിച്ചു വെച്ച മഹാനന്ദനായ മനുഷ്യൻ. എന്റെ നാട്ടിലാണത്. കാട്ടാക്കടയിൽ നിന്ന് 10 കിലോമീറ്റർ അടുത്തുള്ള ഊരുട്ടമ്പലം എന്ന് പറയുന്ന നാട്ടിലെ LP സ്കൂൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ആ LP സ്കൂളിലാണ് ആദ്യമായി പഞ്ചമി എന്ന് പറയുന്ന മകളെ VD പ്രസിഡന്റ് KC രാജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സാഹിത്യ പുരസ്കാരം നേടിയ KT രാജീവിനെയും ലക്ഷ്മി ശങ്കരം അവാർഡ് നേടിയ ബാബു പാർത്ഥൻ, ആൽബിൻ ഷാജി, ഓടപ്പഴം അവാർഡ് ജേതാവ് നിഷി രാജൻ എന്നിവരെയും കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. വാർഷിക സപ്ലിമെന്റ് ബ്ലോക്ക് മെമ്പർ വിപിൻ C അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു. ഷീല ലാൽ സ്വാഗതവും AB സജീവൻ നന്ദിയും പറഞ്ഞു. ജോഷി കന്യാകുഴി, CR രാജു, KP സുബീഷ്, PN ശശി, EK ജിജിമോൻ, VS ബിജു, CK വിജയൻ, AP റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. ആന്റണി മുനിയറ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ബേബി ലാൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുട്ടികളുടെ ഡാൻസ്, നാടകം, വീതി ഗോൾഡൻ മെലഡീസിന്റെ ഗാനമേള എന്നിവയും നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഏത് സമയത്തും സംസ്ഥാനത്ത് എവിടെയും വനിതകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടക്കമായി. ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും വാഹന റാലിയും നടത്തി. കേരളത്തിലുടനീളം ഏത് സമയത്തും സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന സംസ്ഥാന സർക്കാരിന്റെ നിർഭയ നിശ പദ്ധതിക്ക് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടക്കമായി. തൊടുപുഴയിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM IPS നിർവഹിച്ചു. നിർഭയ നിശ എന്ന് പറഞ്ഞാൽ യാതൊരു ഭയവുമില്ലാതെ രാത്രികാലങ്ങളിൽ ജോലി ചെയ്ത് വീട്ടിൽ പോകുന്നവർക്കും രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്ര ചെയ്ത് നമ്മുടെ ഈ പട്ടണത്തിൽ ഇറങ്ങി വരുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വീടുകളിലെത്തുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടപ്പാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ പല കേസുകൾ എടുക്കാറുണ്ട്. പോലീസിൽ വളരെ കേസ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ്. ഈ കേസുകളൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും വരുന്ന പരാതി പല സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പക്ഷേ അവർ ചെന്ന് പറയുന്നത് വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താക്കന്മാരുടെ അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസിൽ വരുന്നത്. അതായത് അവരുടെ ഇമീഡിയറ്റ് പറയുന്ന ആൾക്കാർ അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ്, പേരൻസാണ്. ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമീഡിയറ്റ് പറയുന്നത് പേരൻസ് അല്ല, ഭർത്താക്കന്മാരല്ല, പോലീസ് ആയിരിക്കണം. അത്ര ഒരു നല്ല കോർഡിയൽ റിലേഷൻ പോലീസുമായിട്ടുണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. 112 എന്നൊരു നമ്പർ ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇത് ഇവിടെ ഇന്ന് തുടങ്ങി ഇന്ന് തീരുന്ന ഒരു പ്രോഗ്രാം അല്ല. ഇതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. രാത്രി ഓടുന്ന എല്ലാ ഓട്ടോറിക്ഷയിലും നമ്മൾ ഇതിനെയൊക്കെ ഒരു പബ്ലിസിറ്റി, ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കും. ഈ നമ്പറിനെ കുറിച്ച്, ഇതിൻ്റെ അവയർനെസ്സിനെ കുറിച്ചുള്ളൊരു വയ്ക്കും. ബസ്സുകളിലെല്ലാം ആ സ്റ്റിക്കർ ഒട്ടിക്കും. മാക്സിമം പരമാവധി എല്ലാ ഈ ലൊക്കാലിറ്റിയിലുള്ള ലേഡീസിനും എത്തുന്ന ലെവലിലുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നത്. സബ്സിക്വൻ്റ് ആയിട്ട് പ്രവൃത്തിയിലാണ് ഞങ്ങൾ പ്രാധാന്യം കാണിക്കുന്നത്, അല്ലാതെ ഈ പ്രചരണത്തിലല്ല. നമ്മൾ വാക്കാൽ പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. കാലാകാലങ്ങളിൽ എന്ത് സഹായമാണ് സ്ത്രീകൾക്ക് വേണ്ടത്, അത് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നതിനും മറ്റുമുള്ള എന്ത് കാര്യങ്ങളാണ്, എന്ത് സഹായമാണ് ചെയ്യേണ്ടത്, അതാണ് പോലീസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കേരളം എന്തുകൊണ്ടും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനാണെങ്കിലും, ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യത്തിലാണെങ്കിലും, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, എല്ലാ സ്പിയറിലും ലേഡീസ് വളരെയധികം മുമ്പിലാണ്. ഇതോടനുബന്ധിച്ച് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. കൂടാതെ വാഹന റാലിയും തൊടുപുഴ ഗാന്ധി സ്ക്വയറിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു.
ഇടുക്കി വനിതാ സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രിയ മധുസൂദനൻ സ്വാഗതം ആശംസിച്ചു. വനിതാ സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രമീള PD അധ്യക്ഷത വഹിച്ചു. ഇടുക്കി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സുരേഷ് VA, തൊടുപുഴ ഡിവൈഎസ്പി ബൈജു PM, ഇൻസ്പെക്ടർ SHO രാജേഷ് TG, തൊടുപുഴ സബ് ഇൻസ്പെക്ടർ PRO ബിജു KA എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുട്ടികൾക്ക് മാത്രമായി പുത്തൻ കൊറിയൻ വസ്ത്രവിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ട് ലോലിപോപ്പ് കിഡ്സ് ഫാഷൻ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. ലോലിപോപ്പ് കിഡ്സ് ഫാഷൻ ബ്രാൻഡിന്റെ ഉദ്ഘാടനം സിനിമാ ബാലതാരം ദേവനന്ദ നിർവഹിച്ചു. മങ്ങാട്ടുകവല SS ആർക്കേഡിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. മന്ദാരം എന്ന ബ്രാൻഡിൽ സാരിയുടെ അതിവിപുലമായ കളക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി ഏറ്റവും ട്രെൻഡിംഗ് കൊറിയൻ ഫാഷൻ വിസ്മയമൊരുക്കി ലോലിപോപ്പ് കിഡ്സ് ഫാഷൻ ബ്രാൻഡ് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ SS ആർക്കേഡിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സിനിമാ ബാലതാരം ദേവനന്ദ ലോലിപോപ്പ് കിഡ്സ് ഫാഷൻ ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്നെക്കാട്ടും ഇളയവർക്കുള്ള പ്രായത്തില് നല്ല ക്യൂട്ട് ഡ്രസ്സസ് കിട്ടാൻ ഒത്തിരി കഷ്ടപ്പാടാണ്. ഇപ്പൊ എനിക്ക് ഡ്രസ്സസ് ഒക്കെ എന്റെ അച്ഛനമ്മ ഓരോരോ കടയിൽ പോയി നോക്കി സെർച്ച് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമുക്ക് പരിപാടികൾക്ക് ഇടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓരോ ഒക്കേഷനും പറ്റിയ ഡ്രസ്സസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒത്തിരി സെർച്ച് ചെയ്യാതെ വേഗം നല്ല ക്യൂട്ട് ഡ്രസ്സസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് അത്. അവിടെ കുട്ടികൾക്ക് മാത്രമല്ല സാരി കളക്ഷനും ഉണ്ട്. അപ്പൊ ആന്റിമാർക്കൊക്കെ വിമൻസ് ഡേക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ സാരീസ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ്. എല്ലാം ഭയങ്കര രസമുണ്ട്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് എത്തിയിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഷോപ്പ് ഇഷ്ടമാകുന്നതായിരിക്കും. ഇനി ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴായിരിക്കും ഇത് കണ്ട് അവര് തിരിച്ചറിയുമ്പോഴായിരിക്കും അവർക്ക് അറിയുന്നത് നല്ല കളക്ഷൻ ഉണ്ടെന്ന്. ഇനി അടുത്ത തവണ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇതിലും വലിയൊരു ഷോപ്പ് ആകട്ടെ. എന്തായാലും ഒത്തിരി കുട്ടികൾക്ക് ഓരോരോ ഒക്കേഷന് ഡ്രസ് കൊടുക്കാൻ കഴിയും. ചേച്ചിക്കും അതുപോലെ തന്നെ ലോലിപോപ്പ് കിഡ്സ് ഫാഷൻ ബ്രാൻഡിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വാർഡ് കൗൺസിലർ AM ഹാരിദ്, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഹുൽ ഹമീദ്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണീൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി CK നവാസ്, തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ CV രാജേഷ്, കൗൺസിലർമാരായ രേണുക രാജശേഖരൻ, ഷിംനാസ്, BBC ന്യൂസ് ചാനൽ ചെയർമാൻ സാബു നെയ്ശ്ശേരി, പ്രസ് ക്ലബ് സെക്രട്ടറി JS വാട്ടപ്പള്ളിൽ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കൊറിയൻ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങളുടെ അതിവിപുല ശേഖരമാണ് ലോലിപോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. പാർട്ടി വെയർ, ഗേൾസ് വെയർ, സാരീസ്, നവജാത ശിശുക്കൾക്കുള്ള വസ്ത്രങ്ങൾ തുടങ്ങിയവ ഏറ്റവും മികച്ച ക്വാളിറ്റിയിലാണ് ലോലിപോപ്പിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു.
ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. മരുന്നും ഹെൽത്ത് ചെക്കപ്പും മറ്റു ടെസ്റ്റുകളും ആശങ്കകളില്ലാതെ ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘത്തിൽ നിന്നും. ആരോഗ്യ സേവന രംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം നീതി സ്കാനിംഗ് സെന്റർ. ക്യാൻസർ സാധ്യതാ പഠന സൗകര്യം ഉൾപ്പെടെ എല്ലാവിധ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾക്കും 15% മുതൽ 20% വരെ ഡിസ്കൗണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ലാബിൽ കൃത്യതയാർന്ന ടെസ്റ്റ് റിസൾട്ടുകൾ അതിനൂതന മെഷീനറികളാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകുന്നു. എല്ലാ ടെസ്റ്റുകൾക്കും 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നീതി മെഡിക്കൽ സ്റ്റോർ വഴി എല്ലാ മരുന്നുകൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 14% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. ഏത് സമയത്തും സുസജ്ജമായി നിൽക്കുന്ന 5G ICU NICU D ലെവൽ ആംബുലൻസ് സർവീസ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മെഡിക്കൽ സപ്പോർട്ടോടുകൂടി. ആംബുലൻസ് ബുക്കിംഗിനായി വിളിക്കൂ 8301012000, 8301013000. കിടപ്പ് രോഗികളായവർക്കും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്നവർക്കും ആശുപത്രിയിൽ ലഭ്യമാകുന്ന എല്ലാവിധ നഴ്സിംഗ് പരിചരണവും പ്രഗത്ഭരായ നഴ്സുമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ നൽകി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം ആരംഭിച്ചിരിക്കുന്നു ഹീൽ അറ്റ് ഹോം. സ്ഥിരമായി ഡോക്ടറുടെ കൂടിയാലോചന ആവശ്യമുള്ള വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾ, ശസ്ത്രക്രിയാനന്തര പരിശോധനകൾക്കായി ഡോക്ടറെ സമീപിക്കേണ്ടവർ, ഭിന്നശേഷിക്കാർ, പ്രായമായവരും കൂടെ കൂട്ടാൻ ആരുമില്ലാത്തവരും തുടങ്ങി അടിയന്തരമല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രൊഫഷണലായി പരിശീലനം ലഭിച്ച നഴ്സിനോടൊപ്പം രോഗിയെ വീട്ടിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ മെഡി ടാക്സി സംവിധാനവും ഒപ്പം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാൽ ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം, ന്യൂമാൻ കോളേജിന് സമീപം, തൊടുപുഴ ഈസ്റ്റ്. ഫോൺ 04862 222290. മൊബൈൽ 8078 222290.
താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ വിപുലമായ ശേഖരം ഒരുക്കുകയാണ് സിംപ്ലെക്സ് ഹോം സൊല്യൂഷൻ. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക് ലോക്സ്, മോഡ്യുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്ക, WPC, PVC ബോർഡുകൾ, മൾട്ടിവുഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ദ ലോക്ക് സ്റ്റുഡിയോ, ജീസസ് ടവർ, മുതലക്കോടം. ഫോൺ 9947973577. Bien mieux qu'être mal accompagné, pas vrai? Où est ton papa? Dis-moi où est ton papa? Sans même devoir lui parler, c'est ce qui ne va pas. Ah sacré papa, dis-moi où es-tu caché? Ça doit faire au moins 1000 fois que j'ai compté mes doigts. Hey, où t'es papa, où t'es? Où t'es papa, où t'es? Où t'es papa, où t'es? Où t'es, où t'es papa, où t'es? 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 Où t'es, où t'es papa, où t'es? Où t'es papa, où t'es? Où t'es, où t'es papa, où t'es? വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026 ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയൊക്കെ വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് അവതരിപ്പിച്ചു. 86,47,249 രൂപ പ്രതീക്ഷിത വരുമാനം പ്രതീക്ഷിക്കുന്ന 2026-2027 ബജറ്റാണ് അവതരിപ്പിച്ചത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരണമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഉൽപാദന ദാരിദ്ര്യ ലഘൂകരണ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഉൽപാദന സേവന പാശ്ചാത്തല മേഖലകളിൽ മുൻഗണന അർഹമായ വിഭവ വിതരണം, കാര്യക്ഷമവും നീതിപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ സമഗ്ര വികസനം കൈവരിക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും വികസന പ്രവർത്തനങ്ങളിലും ഫണ്ട് വിനിയോഗത്തിലും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മാറും എന്നും പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ പറഞ്ഞു. തുടർന്ന് 86,48,90,249 രൂപ പ്രതീക്ഷിത വരുമാനവും 86,35,85,249 രൂപ പ്രതീക്ഷിത ചിലവും 13,05,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് അവതരിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തനത് വരുമാനം, പൊതു ആവശ്യമുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതി വിഹിതങ്ങൾ, ശുചിത്വ മിഷൻ ഗ്രാന്റ്, ബഹു MP, MLA എന്നിവരുടെ ആസ്തി വികസന ഫണ്ട് എന്നിവ ഉൾപ്പെടെ 86,48,90,249 രൂപ പ്രതീക്ഷിത വരുമാനവും ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തും
അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് വികസന പദ്ധതിയും ഭരണ ചെലവുകളും ഉൾപ്പെടെ 86,85,249 രൂപ പ്രതിഷ്ഠിത ചെലവും 13,05,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ചുകൊണ്ടാണ് 26-27 വർഷത്തെ കറണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് 1 കോടി രൂപയും പൊതുവിഭാഗം വികസന ഫണ്ടായി 6,37,25,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടുകളായി 4,01,63,000, 28,95,000 എന്നിങ്ങനെ വകയിരുത്തിയിട്ടുമുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിക്സൺ ജോർജ്, ചെയർപേഴ്സൺമാരായ അനിത സന്തോഷ്, വനിതാ മുരുകൻ, അംഗങ്ങളായ വത്സമ ആന്റണി, PA അബ്ദുൾ റഷീദ്, ബിനോയ് കുര്യൻ, ഷീല ടീച്ചർ, ദേവി ഈശ്വർ ജി, മഹേന്ദ്രൻ, ജീവാമോൾ ടീച്ചർ, നൌഷാദ് വെബ്ലി, ഷെമീന KB, ബ്ലോക്ക് ജീവനക്കാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. NDA കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ഇൻചാർജ് അഡ്വക്കേറ്റ് സൂരജ് മലയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ NDA നേതാക്കളായ ET നടരാജൻ, അജി നാരായണൻ, MA വാസു, മനോജ് മനക്കേക്കര, മനോജ് ഇഞ്ചൂർ, അനന്ത് സജീവൻ, അരുൺ നെല്ലിമറ്റം, സിന്ധു പ്രവീൺ, തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സോജൻ ബജറ്റ് അവതരണം നടത്തി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സോജൻ അവതരിപ്പിച്ചു. കാർഷിക മേഖല, മൃഗസംരക്ഷണം, ഭവന നിർമ്മാണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ ലഘൂകരണം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സൗകര്യ വികസനം, പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ, വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ക്ഷേമ പദ്ധതികൾ, വിദ്യാഭ്യാസവും യുവജനക്ഷേമവും, സർക്കാർ സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ ലാബ്, ലൈബ്രറി നവീകരണം, യുവജനങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനം, സ്ത്രീ ശാക്തീകരണവും കുടുംബശ്രീ പ്രവർത്തനങ്ങളും, കുടുംബശ്രീ സംരംഭങ്ങൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ, ധനസഹായം സ്ത്രീകൾക്ക്, പരിസ്ഥിതി സംരക്ഷണം, ഹരിത ഗ്രാമ പദ്ധതി, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ശക്തിപ്പെടുത്തൽ, മഴവെള്ള സംഭരണി പദ്ധതികൾ. സാമ്പത്തിക അവലോകനം. 2026-27 വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന മൊത്തം വരുമാനം 2,24,55,33,100 രൂപയും ചെലവ് 22,66,54,866 രൂപയുമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഹിതം നീക്കിവച്ചിരിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും, പ്രത്യേകിച്ച് പാർപ്പിടം, വെള്ളം, വഴി, വെളിച്ചം ഇവയ്ക്ക് സമുചിതമായി ഫണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സഹകരണം, അംഗങ്ങളുടെ പിന്തുണ, ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥ സേവനം എന്നിവയിലൂടെ ഈ ബഡ്ജറ്റിലെ എല്ലാ പദ്ധതികളും വിജയകരമായി നടപ്പിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. 24,55,28,400 രൂപ വരവും 22,66,54,868 രൂപ ചെലവും 1,88,78,234 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മല്ലിക ജോർജ്,
ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ, ബ്ലോക്ക് മെമ്പർമാരായ ലാലു ജോസഫ്, ജാൻസി മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, വാർഡ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സുബേദ സുബേർ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസഫ് അറക്കിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖല, ഭവന നിർമ്മാണം, റോഡുകൾ, ആരോഗ്യം, ക്ഷീര, മൃഗസംരക്ഷണം, വിനോദം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സുബൈദ സുബൈർ അവതരിപ്പിച്ചു. നികുതി വരുമാനം ക്രമ നമ്പർ 1 മുതൽ 3 വരെ. ഗ്രാമപഞ്ചായത്തിന്റെ സ്വാഭാവികമായ വരുമാന സ്രോതസ്സുകളിൽ പ്രധാനമായത് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടാണ്. തനത് ഫണ്ടിലെ വരവുകൾ പ്രധാനമായും വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവയാണ്. 2026-27 വർഷം വസ്തുനികുതി, തൊഴിൽ നികുതി ഇനങ്ങളിൽ 1,11,15,995 രൂപ വകയിരുത്തുന്നു. നികുതി ഇതര വരുമാനം ക്രമ നമ്പർ 4 മുതൽ 55 വരെ. ഗ്രാമപഞ്ചായത്തിന്റെ നികുതി ഇതര വരുമാനമായി 2026-27 വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നികുതി ഇതര വരുമാനമായി 12,97,31,075 രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ ഈ ഇനത്തിൽ ഈ തുക വകയിരുത്തുന്നതാണ്. ഇതിൽ ഫീസും ഉപഭോക്തൃ നിരക്കുകളും എന്ന അക്കൗണ്ട് ഹെഡിൽ 15,58,000 രൂപയും. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖല, ഭവന നിർമ്മാണം, റോഡുകൾ, ആരോഗ്യം, ക്ഷീര, മൃഗസംരക്ഷണം, വിനോദം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി 33,39,45,858 രൂപ ആകെ വരവും 32,24,79,735 രൂപ ആകെ ചിലവും 8,58,66,813 രൂപ നീക്കിബാക്കിയുമുള്ള ബഡ്ജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ആമുഖ അവതരണം നടത്തി. തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജിജോ ജോസഫ്, ബീന സിദ്ധാർത്ഥൻ, ഷൈനി സന്തോഷ്, മെമ്പർമാരായ അനീഷ് കിഴക്കൽ, മനോജ് തോട്ടത്തിൽ, രജനി ഷിബു, ഷാമിന പി, ബ്ലോക്ക് മെമ്പർ ജേനമ്മ ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹെഡ് ക്ലർക്ക് ദിലീപ് വി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും KSRTCയും ചേർന്ന് അല്ലസർ കെയർ ഓൺ വീൽസ് പിങ്ക് ബസ് എന്ന പേരിൽ ബസ് സർവീസ് നടത്തി. ബസിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. NDA ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. NDA സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ 18ാം KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് R സാമ്പൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് വീഥിയുടെ 16ാമത് വാർഷികാഘോഷം നടന്നു. രാജാക്കാട് ടൗണിൽ കവിയരങ്ങോടെയാണ് തുടക്കം കുറിച്ചത്. കവിയരങ്ങ് ജോസ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജനകീയ കവി മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. ഏത് സമയത്തും സംസ്ഥാനത്ത് എവിടെയും വനിതകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടക്കമായി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.